ഗൈസ്, ഇറ്റ്സ് മീ ഹോമോസാപ്പിയൻ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ഗാഡ്ജറ്റ്സ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. നിങ്ങളിത് ഇതിനു മുമ്പ് ഇതിൻ്റെ റിവ്യൂ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് എൻ്റെ രീതിയിലായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യണം. അപ്പോൾ നമുക്കിത് പൊളിച്ച് നോക്കാം. യെസ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു എന്താണ് സാധനമെന്ന്. വേറെ ഒന്നുമല്ല, GoPro Hero 7. ഇപ്പം എൻ്റെ കയ്യിൽ Hero 6 ആണ് ഇരുന്നത്. അപ്പോൾ Hero 6 ഇരുന്നപ്പോഴത്തേക്കും എന്തുകൊണ്ട് ഞാൻ Hero 7 എടുത്തതെന്നുള്ളതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന് അപ്ഡേഷനും, പിന്നെ വേറൊരു കാരണമുണ്ട്. അത് എന്താണെന്നുള്ളത് ഞാൻ GoPro Hero 6 നിങ്ങളുടെ മുമ്പിൽ ഇപ്പം കാണിക്കാത്തതും ഇപ്പം Hero 7 അത്യാവശ്യമായിട്ട് എടുത്തതിൻ്റെയും കാരണം എന്തെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ പുതിയ ഗാഡ്ജറ്റായിട്ടുള്ള Hero 7 പരിചയപ്പെടാം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. വാറന്റിയുടെ ഒരു കാർഡുണ്ട്. നമുക്ക് ഹൈലൈറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. GoPro Hero 7 ഇത്രയും വിലയുടെ കാരണം എന്താണെന്ന് നമുക്ക് ആദ്യം ഡീപ്പായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ക്യാമറ വന്നിട്ട് 12 MP മെഗാപിക്സലാണ് ക്യാമറ ക്വാളിറ്റി. അടുത്ത് നമുക്ക് ഇതിൽ 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെയും 1080pയിൽ 240 ഫ്രെയിം പെർ സെക്കൻഡ് വരെയും നമുക്കിതിൽ ഷൂട്ട് ചെയ്യാം. Hero 6 4K വരെ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. അടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ നോർമൽ കേസ് പോലെ വാട്ടർ പ്രൂഫാണ്, 10 മീറ്റർ വരെ, അതായത് 33 ഫീറ്റ്. അടുത്ത് വോയിസ് കൺട്രോൾ ഉണ്ട്, പിന്നെ ടച്ച് സ്ക്രീന് 6 നിന്ന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. 7 വരെ സ്ലോ മോഷൻ നമുക്ക് ഇതിലെടുക്കാൻ പറ്റും. പിന്നെ GPS ഉണ്ട്. പിന്നെ നമുക്കുള്ളത് HyperSmooth. ഈ ഒരു സംഭവമാണ് ഈ Hero 7ന്റെ ഒരു മാർക്ക് എന്ന് പറയുമ്പോൾ ബാക്കി ഉള്ള ക്യാമറാസ് വെച്ചിട്ട് ഈ HyperSmooth എന്നുള്ള ഒരു ഒറ്റ സ്പെക്കാണ് GoPro Hero 7 ഇത്രയും റീച്ച് ആക്കാൻ GoProയ്ക്ക് സാധിച്ചത്. പിന്നെ നമുക്ക് മെയിനുള്ളത് ലൈവ് സ്ട്രീമിങ് നമ്മൾ സോഷ്യൽ മീഡിയസ് ഫേസ്ബുക്ക് പോലുള്ളതുമായിട്ട് നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാം. ഇപ്പം നിലവിൽ ഫേസ്ബുക്ക് മാത്രമേ അവർ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഫ്യൂച്ചറിൽ അപ്ഡേറ്റിൽ ഇൻസ്റ്റാഗ്രാമും ബാക്കി കാര്യങ്ങളെല്ലാം വരുമെന്നാണ് GoPro പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്യാമറ വരുന്നത്. അപ്പോൾ ഇതിലൊരു സ്റ്റാൻഡിലായിരിക്കും നമ്മൾ ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. ക്യാമറയിൽ വരുന്നത് ഒരു മൗണ്ടല്ല, ഒരു ക്ലിപ്പുണ്ട്. മീൻസ് മൗണ്ടിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സാധനമുണ്ട്. അത് ക്യാമറയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്ക്രൂ ഉണ്ട്. പിന്നെ ഇതാണ് ക്യാമറയുടെ കേസ്. നമ്മൾ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഒരിക്കലും നമ്മൾ ഇങ്ങനെ തുറക്കരുത്. ഇങ്ങനെ തുറക്കുമ്പോൾ എൻ്റെ Hero 6 ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കൈ ഇവിടെ മുറിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ തുറക്കരുത്. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ബാക്ക് ഡോർ തുറന്നിട്ട് നമുക്ക് ക്യാമറ പുറത്തെടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കേസ്, നോർമൽ കേസ്. കാരണം Hero 7, Hero 5 മുതലുള്ള എല്ലാ ക്യാമറസിലും ഇൻബിൽറ്റ് ആയിട്ട് അത് വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം ഫുൾ കവർ ചെയ്ത കേസിൻ്റെ ആവശ്യമില്ല. ഇതുമാതിരി ജസ്റ്റ് സാധനം ഫിറ്റ് ചെയ്യാൻ മാത്രം ഒരു കേസാണ്. അപ്പോൾ ഇതാണ് ക്യാമറ. അടുത്ത് നമുക്ക് ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ബോക്സിൽ മെയിനായിട്ട് 2 മൗണ്ടുണ്ട്. 2 മൗണ്ടെന്ന് പറയുമ്പോൾ ഇതൊന്ന് ഫ്ലാറ്റും ഇതൊന്ന് കർവാണ്. നമ്മുടെ ഈ ഹെൽമെറ്റിലെല്ലാം ഇവിടെ മുകളിലെല്ലാം മൗണ്ട് ചെയ്യുന്ന ഒരു കർവാണ്. പിന്നെ നമുക്ക് ഒരു C പോർട്ട് USB ചാർജറുണ്ട്, നമുക്ക് GoPro ചാർജ് ചെയ്യാം. എൻ്റെ നോർമലി OnePlus 6 ആണ്, അപ്പോൾ അതിൻ്റെ ചാർജർ തന്നെയാണ് ഞാൻ GoProയ്ക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ ബാറ്ററി, ഇതിൻ്റെ ഒരു മാനുവൽ ബുക്കുണ്ട്. പിന്നെ നമ്മളെ മാനുവൽ പോലൊരു നമ്മളെങ്ങനെയാണ് ക്യാമറ മൗണ്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു ജസ്റ്റ് ഒരു മാനുവൽ കാർഡ്. പിന്നെ നമ്മളെ ബ്രാൻഡിങ് സ്റ്റിക്കർ GoProയുടെ.
അപ്പോൾ ഇത് ഇത്രയാണ് നമ്മളെ ബോക്സിലുള്ളത്. അപ്പോൾ നമുക്കിനി ക്യാമറ ഓണാക്കിയൊക്കെ നോക്കാം. അപ്പോൾ ഇതിൽ 2 ഓപ്പണിങ്സാണ് ഉള്ളത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ വേറൊന്നുമില്ല, നമ്മൾ ഈ നോബ് ഇത് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്നതാണ്. ഇതിൽ വന്നിട്ട് സി പോർട്ട് ചാർജറും HDMI കേബിൾ കൊടുക്കാനുള്ള പോർട്ടും ഉണ്ട്. പിന്നെ അടിയിൽ വന്നിട്ട് അതേപടി തുറക്കുമ്പോഴത്തേക്ക് ബാറ്ററി ഇടാനും മെമ്മറി കാർഡ് ഇടാനും ഉണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി ഇട്ട് നോക്കാം. ഫസ്റ്റ് അതിൻ്റെ കുറച്ച് മാനുവലും കാര്യങ്ങളൊക്കെ കാണിക്കുവാണ്. ഇംഗ്ലീഷ് ഓക്കെ. ഇതാണ് നമ്മളെ ക്യാമറയുടെ ഇൻ്റർഫേസ്. ചാർജ് വളരെ കുറവാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. താഴെ പ്രസ് ചെയ്യുമ്പം ക്യാപ്ചറിങ് സെറ്റിങ്സ് ആണ്. അവിടെ നമുക്ക് ഫ്രെയിം പെർ സെക്കൻഡ്, ക്വാളിറ്റി 4K 2.7 അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലോ ലൈറ്റ്, പ്രോ ട്യൂണ്, സ്റ്റെബിലൈസേഷൻ അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഇവിടെ തന്നെയാണ് വൈഡ്, ലീനിയർ. ഇത് കഴിഞ്ഞിട്ട് ക്യാമറ മോഡ് ഏതാണെന്നുള്ളത്, ക്യാമറ മോഡ്, ലൂപ്പ്. ഇതിലിനി നമുക്ക് ഫ്രണ്ടിൽ അറിയാൻ പറ്റും. അപ്പോൾ കുറേ പേർക്കുള്ള ഡൗട്ടാണ് HERO7 ബ്ലാക്ക്, സിൽവർ, വൈറ്റ് ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പം ബാക്കി വൈറ്റിന് സിൽവറിന് ഇവിടെ ഉള്ള ഈ ഡിസ്പ്ലേ ഉണ്ടാവില്ല. ഇതിൽ നമുക്ക് ഏത് മോഡാണ്, ക്യാമറയുടെ ചാർജ്, മെമ്മറി കാർഡ് അങ്ങനെയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അപ്പം ചാർജ് 5% നമുക്ക് നോക്കാം. പിന്നെ നമുക്കുള്ളത് HDR. അപ്പോൾ HDR HDRൻ്റെ ഫുൾ ഫോം എന്താ? HDR എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തോ ഒരു ഭാഷയിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നു, അറിഞ്ഞൂടാ.